ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 3ാമത്തെ ചാപ്റ്ററായ ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും എന്നുള്ള പാഠമാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും PSC എക്സാം എഴുതാൻ പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് പോയിന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ ഒന്ന് നോട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അത് നിങ്ങൾക്ക് പിന്നീട് യൂസ്ഫുൾ ആവും റിവിഷൻ ചെയ്യാനൊക്കെ. നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുടൻ തന്നെ ജോയിൻ ചെയ്യണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷനെ കുറിച്ചാണ് പറയുന്നത്. ഭൂമിയുടെ ഭ്രമണത്തെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഭ്രമണം? ഭൂമി അതിന്റെ അച്ചുതണ്ടിനെ ആധാരമാക്കി സ്വയം കറങ്ങുന്നതിനാണല്ലേ ഭ്രമണം എന്ന് പറയുന്നത്. ഈ ഒരു ഭ്രമണത്തിന്റെ ഫലമായിട്ടാണ് ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഭൂമിയുടെ ഒരു ഭ്രമണം പൂർത്തിയാവണമെങ്കിൽ ഏകദേശം 24 മണിക്കൂർ വേണം നമുക്കറിയാം അല്ലേ. ഭൂമിയുടെ ഭ്രമണ ദിശ എങ്ങനെയായിരുന്നു? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് അല്ലേ. അതുകൊണ്ടാണ് നമ്മുടെ സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പൊ ഭൂമിയുടെ ഭ്രമണ ദിശ എങ്ങനെയാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഭൂമിയുടെ അച്ചുതണ്ട് ഏകദേശം 23.5 ഡിഗ്രി ചരിഞ്ഞാണല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഭൂമിയുടെ ഭ്രമണ ദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതുപോലെ അച്ചുതണ്ടിന്റെ ചരിവ് എത്രയാണ്? 23.5 ഡിഗ്രിയാണ് കേട്ടോ. ഇങ്ങനെ ഭൂമിയുടെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടുള്ള ഭ്രമണത്തിന്റെ ഫലമായിട്ടാണ് ദിനരാത്രങ്ങളും അതുപോലെ കോറിയോലിസ് പ്രഭാവവും ഉണ്ടാകുന്നത്. ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് ശുക്രൻ, യുറാനസ്. സൗരയൂഥത്തിലെ ശുക്രനും യുറാനസും ഒഴികെയുള്ള ഗ്രഹങ്ങളുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ശുക്രന്റെയും യുറാനസിന്റെയും ഭ്രമണദിശ എതിർദിശയിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. അപ്പോൾ ശുക്രനും യുറാനസും എന്താണ്? ഭൂമിയുടെ എതിർദിശയിലാണ് അല്ലേ ഭ്രമണം ചെയ്യുന്നത്. അതായത് കിഴക്കു നിന്ന് പടിഞ്ഞാറോട്ടാണ് ശുക്രനും യുറാനസിന്റെയും ഭ്രമണദിശ. ഈ 2 ഗ്രഹങ്ങളും ഒഴികെയുള്ള മറ്റു ഗ്രഹങ്ങളുടെ എല്ലാം ഭ്രമണദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതായത് ഭൂമിയുടെ അതേ ഭ്രമണദിശ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ ഗ്രഹങ്ങൾക്കും. അടുത്ത ഹെഡിങ് ആണ് ദിനരാത്രങ്ങൾ. ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമി എടുക്കുന്ന സമയം ഏകദേശം 24 മണിക്കൂറാണ് അല്ലേ. അതായത് 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡുമാണ് ഭൂമി ഒരു ഭ്രമണത്തിനായിട്ട് എടുക്കുന്നത്. ഭൂമിക്ക് പ്രകാശം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ് നമുക്കറിയാം അല്ലേ. ഭ്രമണവേളയിൽ സൂര്യന് അഭിമുഖമായി വരുന്ന ഭാഗത്ത് പകലും മറുഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു. ഇത്തരത്തിൽ ഭൂമിയിലെ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് പ്രകാശവൃത്തം അല്ലെങ്കിൽ സർക്കിൾ ഓഫ് ഇലൂമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പ്രകാശവൃത്തം എന്ന് പറഞ്ഞാൽ? ഭ്രമണവേളയിൽ സൂര്യന് അഭിമുഖമായി വരുന്ന ഭാഗത്ത് പകലും അതുപോലെ മറുഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു. ഇത്തരത്തിൽ ഭൂമിയിലെ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണെന്ത്? പ്രകാശവൃത്തം അല്ലെങ്കിൽ സർക്കിൾ ഓഫ് ഇലൂമിനേഷൻ എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ. ഇനി ഇവിടെ ഒരു ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് നോക്കാം. സൂര്യന് നേരെ വരുന്ന ഭാഗം പകലെന്നും അതുപോലെ അതിന്റെ മറുഭാഗത്തായിട്ട് രാത്രിയെന്നും ഈ ഒരു ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. ഈ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയായ പ്രകാശവൃത്തം നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇത് അച്ചുതണ്ടിന് സമാന്തരമായിട്ടല്ലേ ഉള്ളത്. നമുക്കറിയാം ഭൂമിയുടെ അച്ചുതണ്ട് 23.5 ഡിഗ്രി ചരിഞ്ഞാണ് ഇരിക്കുന്നതെന്ന്. രണ്ടും സമാന്തരമല്ലാത്തതിന്റെ കാരണം ഈ ഒരു ചരിവാണ് കേട്ടോ. ഇനി നമുക്ക് കോറിയോലിസ് പ്രഭാവം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഭ്രമണം മൂലം ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നു. ഇതിന് കാരണമായ ബലത്തെ കോറിയോലിസ് ബലം എന്നും ഈ ദിശാവ്യതിയാനത്തെ കോറിയോലിസ് പ്രഭാവം എന്നും പറയുന്നു. അപ്പൊ എന്താണ് കോറിയോലിസ് പ്രഭാവം? ഭ്രമണം മൂലം, ഭൂമിയുടെ ഭ്രമണം മൂലം ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ട്. ഇതിന് കാരണമായ ബലത്തെയാണ് കോറിയോലിസ് ബലം അല്ലെങ്കിൽ കോറിയോലിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ദിശാവ്യതിയാനത്തെയാണ് കോറിയോലിസ് പ്രഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയുടെ ഭ്രമണം മൂലം ഉണ്ടാവുന്ന 2 പ്രതിഭാസങ്ങളാണ് ദിനരാത്രങ്ങളും അതുപോലെ കോറിയോലിസ് പ്രഭാവം കേട്ടോ. ഈ കോറിയോലിസ് പ്രഭാവത്താൽ സമുദ്രജല പ്രവാഹങ്ങളുടെയും കാറ്റുകളുടെയും സഞ്ചാര ദിശ ഉത്തരാർദ്ധഗോളത്തിൽ വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നുവെന്ന് അഡ്മിറൽ ഫെറൽ കണ്ടെത്തി. ഇതാണ് ഫെറൽ നിയമം എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ഫെറൽ നിയമം എന്ന് പറഞ്ഞാൽ? കോറിയോലിസ് പ്രഭാവം സമുദ്രജല പ്രവാഹങ്ങളെയും അതുപോലെ കാറ്റുകളുടെയൊക്കെ സഞ്ചാര ദിശയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് ഈ ഒരു നിയമത്തിൽ പറയുന്നത്. കോറിയോലിസ് പ്രഭാവത്താൽ സമുദ്രജല പ്രവാഹങ്ങളുടെയും കാറ്റുകളുടെയൊക്കെ സഞ്ചാര ദിശ ഉത്തരാർദ്ധഗോളത്തിൽ വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടതുവശത്തേക്കും വ്യാപിക്കുന്നതാണ് എന്ത് ഈ ഒരു ഫെറൽ നിയമത്തിൽ പറയുന്നത് കേട്ടോ. അഡ്മിറൽ ഫെറൽ ആണ് ഇത് കണ്ടെത്തിയത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണേ. ഇനി ഇവിടെ ഭ്രമണവുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അവയുടെ കാരണം കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്.
സൂര്യൻ കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം ഭൂമിയുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് അല്ലേ. അതുകൊണ്ടാണ് സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇനി ഇരു അർദ്ധഗോളങ്ങളിലും സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നു. ഇത് ഭൂമിയുടെ ഭ്രമണം മൂലമാണ് അല്ലേ. ഇരു അർദ്ധഗോളങ്ങളിലും സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നത് ഭൂമിയുടെ ഭ്രമണം മൂലമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്തത് പരിക്രമണം എന്താണെന്ന് നോക്കാം. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിനോടൊപ്പം തന്നെ നിശ്ചിത ഭ്രമണപഥത്തിൽ സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നു. ഇതിനെ പരിക്രമണം എന്ന് പറയുന്നു. ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിൽ ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം 365 ദിവസമാണ്. അപ്പോൾ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിന് നമ്മൾ ഭ്രമണം എന്ന് പറയൂലേ. ഈ ഒരു ഭ്രമണത്തോടൊപ്പം തന്നെ എന്താണ്, നിശ്ചിത ഭ്രമണപഥത്തിൽ സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് പരിക്രമണം എന്ന് പറയുന്നത്. ഇതൊരു ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെയാണ് ഭൂമി പരിക്രമണം ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്താണ് 365 ദിവസമാണ്. പ്രായോഗിക സൗകര്യത്തിനായി ഇതിൽ 365 ദിവസത്തെ ഒരു വർഷമായി കണക്കാക്കുന്നു. ഓരോ വർഷവും അധികമായി വരുന്ന കാൽ ദിവസങ്ങളെ 4 വർഷം കൂടുമ്പോൾ കൂട്ടിച്ചേർത്ത് ഫെബ്രുവരി മാസത്തിൽ 29 ദിവസമായി കണക്കാക്കുന്നു. ഇപ്രകാരം 366 ദിവസങ്ങളുള്ള വർഷത്തെ അതിവർഷം അല്ലെങ്കിൽ ലീപ് ഇയർ എന്ന് പറയുന്നു. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്, നമ്മളുടെ പ്രായോഗിക സൗകര്യത്തിനായിട്ട് 365 ദിവസത്തെ ഒരു വർഷമായിട്ട് കണക്കാക്കുന്നു. എന്നിട്ട് എന്താണ്, ഓരോ വർഷവും അധികമായി വരുന്ന കാൽ ദിവസങ്ങളെ 4 വർഷം കൂടുമ്പോൾ കൂട്ടിച്ചേർത്ത് ഫെബ്രുവരി മാസത്തിൽ 29 ദിവസമായി കണക്കാക്കുന്നു. ഇപ്രകാരം 366 ദിവസങ്ങളുടെ വർഷത്തെ അതിവർഷം അല്ലെങ്കിൽ ലീപ് ഇയർ എന്ന് പറയുന്നു. അപ്പോൾ ലീപ് ഇയർ എന്താണെന്ന് മനസ്സിലായില്ലേ. ഓരോ 4 വർഷം കൂടുമ്പോഴാണ് ഒരു ലീപ് ഇയർ ഉണ്ടാവുന്നത്. അതായത് ഫെബ്രുവരി മാസത്തിൽ 29 ദിവസമാണ് നമ്മൾ ആ ഒരു വർഷം കണക്കാക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനാണ് സൗരസമീപകം അല്ലെങ്കിൽ പെരിഹീലിയൻ, അതുപോലെ തന്നെ സൂര്യോച്ചം അല്ലെങ്കിൽ ആബ്ഹീലിയൻ. എന്താണിതെന്ന് നോക്കാം. ഭൂമിയുടെ സഞ്ചാരപഥം ദീർഘവൃത്താകൃതിയിലായതുകൊണ്ട് ഭൂമിക്കും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന് വ്യത്യാസം വരും. ഒരു പരിക്രമണ വേളയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്നതിനെ അതായത് സൗരസമീപകം എന്ന് പറയുന്നു. അപ്പോൾ ഏറ്റവും അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ 147 ദശലക്ഷം കിലോമീറ്റർ, ഏകദേശം 147 ദശലക്ഷം കിലോമീറ്റർ വരും. ഈ ഒരു വേളയിലാണിത്, ഈ ഒരു പരിക്രമണ വേളയിലാണ് ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്നത് കേട്ടോ. ഇതിനെയാണ് സൗരസമീപകം എന്ന് പറയുന്നത്. ഇത് സംഭവിക്കുന്നത് ജനുവരി മാസത്തിലാണ്. പൊതുവെ ജനുവരി 3-നാണ് സൗരസമീപകം സംഭവിക്കുന്നത്. അപ്പം എന്താണ് സൗരസമീപകം എന്നൊന്നുകൂടി നോക്കാം. ഒരു പരിക്രമണ വേളയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്നതിനെയാണ് സൗരസമീപകം എന്ന് പറയുന്നത്. ഏകദേശം എത്രയാണ്, 147 ദശലക്ഷം കിലോമീറ്റർ ആണ് കേട്ടോ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആ ഒരു ടൈമിൽ വരുന്നത്. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്, ജനുവരി മാസത്തിലാണ്. പൊതുവെ പറഞ്ഞാൽ ജനുവരി 3-നാണ്. ഇനി സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലായിരിക്കുന്നത് എപ്പോഴാണ്, ജൂലൈ മാസത്തിലാണ് അല്ലേ. ഇതിനെയാണ് സൂര്യോച്ചം അല്ലെങ്കിൽ ആബ്ഹീലിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജൂലൈ മാസത്തിലാണ്. പൊതുവെ ജൂലൈ 4-നൊക്കെയാണ് ആബ്ഹീലിയൻ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ സൂര്യോച്ചം ഉണ്ടാവുന്നത്. അപ്പം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലായിരിക്കുന്നതിനാണ് സൂര്യോച്ചം അല്ലെങ്കിൽ ആബ്ഹീലിയൻ എന്ന് പറയുന്നത്. ഇത് ജൂലൈ മാസത്തിലാണ്, ജൂലൈ 4-നാണ് പൊതുവെ ഉണ്ടാവാറുള്ളത്. ഇനി ഈ സൂര്യോച്ച വേളയിൽ എത്രയാണ് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് വരുന്നത്, 152 ദശലക്ഷം കിലോമീറ്റർ ആട്ടോ. 152 ദശലക്ഷം കിലോമീറ്റർ ആണ് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം. അപ്പോൾ സൂര്യോച്ച വേളയിലും സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം 152 ദശലക്ഷം കിലോമീറ്ററും, എന്നാൽ സൗര സമീപകത്തിൽ എത്രയാണ്, 147 ദശലക്ഷം കിലോമീറ്ററുമാണ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു ഡേറ്റ് ഒക്കെ നോട്ട് ചെയ്യണം കേട്ടോ. ജനുവരി 3-നാണ് സൗര സമീപകം പൊതുവെ സംഭവിക്കുന്നത്. ജൂലൈ 4-നാണ് സൗരോച്ചം ഉണ്ടാവുന്നത് കേട്ടോ. ഇത് രണ്ടും നോട്ട് ചെയ്യണേ. ഇത് രണ്ടിനെയും ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം അല്ലേ, ഈ ഒരു ഡിസ്റ്റൻസ് കുറഞ്ഞു വരുന്നത് ജനുവരി 3 ആവുമ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് 147 ദശലക്ഷം കിലോമീറ്റർ ആവുന്നുണ്ട്. ജൂലൈ 4 ആവുമ്പോൾ 152 ദശലക്ഷം കിലോമീറ്റർ ആവുന്നുണ്ട്. ഇനി ഇവിടെ സൈഡിലായിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് പുരസരണം. ഭ്രമണവും പരിക്രമണവും പോലെ തന്നെയുള്ള ഭൂമിയുടെ മറ്റൊരു ചലനമാണ് അച്ചുതണ്ടിൻ്റെ ഭ്രമണമായ പുരസരണം. ഭൂമി തൻ്റെ അച്ചുതണ്ടിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ എടുക്കുമ്പോൾ ഏകദേശം 26,000 വർഷമെടുത്താണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു വൃത്തം തീർക്കുന്ന രീതിയിൽ വളരെ സാവധാനത്തിൽ ഭൂമിയുടെ അച്ചുതണ്ട് നീങ്ങുന്നത്. അപ്പോൾ എന്താണ് പുരസരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭ്രമണവും പരിക്രമണവും പോലെ തന്നെയുള്ള ഭൂമിയുടെ മറ്റൊരു ചലനമാണ് പുരസരണം. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ഭ്രമണമാണ് പുരസരണം.
ഭൂമി തൻ്റെ അച്ചുതണ്ടിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ എടുക്കുമ്പോൾ ഏകദേശം 26,000 വർഷമെടുത്താണ് ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു വൃത്തം തീർക്കുന്ന രീതിയിൽ വളരെ സാവധാനത്തിൽ ഭൂമിയുടെ അച്ചുതണ്ട് നീങ്ങുന്നത്. അപ്പോൾ ഭൂമി ഭ്രമണം ചെയ്യുന്നതോടൊപ്പം തന്നെ സാവധാനത്തിൽ ഭൂമിയുടെ അച്ചുതണ്ടും കറങ്ങുന്നുണ്ട്. ഇതിനെയാണ് പുരസരണം എന്ന് പറഞ്ഞാൽ. ഇതിന് ഏകദേശം 26,000 വർഷം എടുക്കും കേട്ടോ. ഒരു പുരസരണം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ഭ്രമണമാണ് പുരസരണം. ഇനി ഒരു സെക്കൻഡിൽ ഏകദേശം 30 കിലോമീറ്റർ എന്ന രീതിയിലാണ് ഭൂമിയുടെ പരിക്രമണ വേഗത. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകല വ്യത്യാസം ഗുരുത്വാകർഷണത്തിൽ വ്യതിയാനം സൃഷ്ടിക്കുകയും പരിക്രമണ വേഗതയിൽ വ്യത്യാസം വരുന്നതിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു സെക്കൻഡിൽ ഏകദേശം 30 കിലോമീറ്റർ എന്ന രീതിയിലാണ് ഭൂമിയുടെ പരിക്രമണ വേഗത ഉള്ളത്. ഒരു സെക്കൻഡിൽ ഏകദേശം 30 കിലോമീറ്റർ കേട്ടോ. അപ്പോൾ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകല വ്യത്യാസം ഗുരുത്വാകർഷണത്തിൽ വ്യതിയാനം സൃഷ്ടിക്കുകയും അതുപോലെ പരിക്രമണ വേഗതയിൽ വ്യത്യാസം വരുന്നതിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഈ ഒരു അകല വ്യത്യാസം നമ്മൾ പറഞ്ഞു അല്ലേ നേരത്തെ. ഈ ഒരു അകല വ്യത്യാസം ഗുരുത്വാകർഷണത്തിൽ വ്യതിയാനം സൃഷ്ടിക്കുകയും പരിക്രമണ വേഗതയിലും വ്യത്യാസം വരുന്നതിന് കാരണമാവുകയും ചെയ്യും. ഇനി ആയനം എന്താണെന്ന് നോക്കാം. ആയനം അല്ലെങ്കിൽ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. അപ്പോൾ നമുക്കറിയാം ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് 23.5 ഡിഗ്രിയാണ് അല്ലേ. ഭൂമി സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുമ്പോൾ ഈ ഒരു ചരിവ് ഇങ്ങനെ തന്നെ തുടർന്ന് പോവാണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആയിട്ട് ഉത്തരായന രേഖയും അതുപോലെ ദക്ഷിണായന രേഖയൊക്കെ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഭൂമധ്യരേഖയുടെ മുകളിലായിട്ട് വരുന്നത് ഉത്തരായന രേഖയും അതുപോലെ താഴെയായിട്ട് വരുന്നത് ദക്ഷിണായന രേഖയാണെന്ന് നമുക്കറിയാം. ഈ ഒരു ചിത്രത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാം ഈ ഒരു ഭൂമിയുടെ പരിക്രമണ വേളയിൽ ഈ ഒരു അച്ചുതണ്ടിന്റെ ചരിവ് ഇങ്ങനെ നിലനിർത്തി പോവുകയാണ് അല്ലേ. അപ്പോൾ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തര ദിശയിലേക്കും അതുപോലെ ദക്ഷിണ ദിശയിലേക്കും, അതായത് ഉത്തരായന ദക്ഷിണായന രേഖയ്ക്കിടയിലേക്കും നീങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള സൂര്യന്റെ ഈ ഒരു ആപേക്ഷിക സ്ഥാനമാറ്റത്തെയാണ് അയനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അയനം? ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് 23.5 ഡിഗ്രിയായി പരിക്രമണ വേളയിലുടനീളം നിലനിർത്തുന്നതിനാൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തര ദിശയിലേക്കും അതുപോലെ ദക്ഷിണ ദിശയിലേക്കും ഉത്തരായന ദക്ഷിണായന രേഖകൾക്കിടയിലും നീങ്ങുന്നതായിട്ട് കാണാം. ഈ ഒരു സൂര്യന്റെ ആപേക്ഷിക സ്ഥാനമാറ്റത്തെയാണ് അയനം എന്ന് പറയുന്നത്. ഇതിനനുസൃതമായി ദിനരാത്രങ്ങളുടെ ദൈർഘ്യത്തിൽ വ്യത്യാസം അനുഭവപ്പെടും. അപ്പോൾ ദിനരാത്രങ്ങളുടെ ദൈർഘ്യത്തിൽ വ്യത്യാസം അനുഭവപ്പെടാനുള്ള കാരണം സൂര്യന്റെ ആയനാണ് കേട്ടോ. നോട്ട് ചെയ്യണേ. ഇത്തരത്തിൽ സൂര്യന്റെ സ്ഥാനം വിവിധ അക്ഷാംശങ്ങൾക്കിടയിൽ മുകളിൽ എത്തുന്ന ചില പ്രധാന ദിനങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. അടുത്ത ഹെഡിങ് ആണ് വിഷുവം. ഇനി ഇവിടെ തന്നുള്ള ചിത്രത്തിൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? ഇവിടെ 2 ദിനങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. മാർച്ച് 21 അതുപോലെ സെപ്റ്റംബർ 23. പരിക്രമണ വേളയിൽ ഭൂമധ്യരേഖയിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന ദിനങ്ങളാണ് മാർച്ച് 21 അതുപോലെ സെപ്റ്റംബർ 23 കേട്ടോ. അപ്പോൾ പരിക്രമണ വേളയിൽ ഭൂമധ്യരേഖയിൽ സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്ന ദിനങ്ങളാണ് മാർച്ച് 21 അതുപോലെ സെപ്റ്റംബർ 23. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു ടൈമിൽ 2 അർദ്ധഗോളങ്ങളിലും, അതായത് ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലൊക്കെ രാത്രിയുടെയും പകലിൻ്റെയും ഒക്കെ ദൈർഘ്യം തുല്യമായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ദക്ഷിണാർദ്ധഗോളത്തിലും അതുപോലെ ഉത്തരാർദ്ധഗോളത്തിലും ഈ മാർച്ച് 21 അതുപോലെ സെപ്റ്റംബർ 23 രാത്രിയുടെയും പകലിൻ്റെയും ഒക്കെ ദൈർഘ്യം തുല്യമായിരിക്കും. അപ്പോൾ പരിക്രമണ വേളയിൽ ഭൂമധ്യരേഖയിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന 2 ദിനങ്ങളാണ് മാർച്ച് 21 സെപ്റ്റംബർ 23. ഈ ഒരു ദിനത്തിൽ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ദിനങ്ങളെയാണ് വിഷുവങ്ങൾ അല്ലെങ്കിൽ സമരാത്രങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദിനങ്ങളെയാണ് വിഷുവങ്ങൾ അല്ലെങ്കിൽ സമരാത്രങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മാർച്ച് 21 സെപ്റ്റംബർ 23 ആണ് വിഷുവങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. മാർച്ച് 21 വസന്ത വിഷുവും എന്നാൽ സെപ്റ്റംബർ 23 ശരത് വിഷുവം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ മാർച്ച് 21 വസന്ത വിഷുവം എന്നും സെപ്റ്റംബർ 23 ശരത് വിഷുവം എന്നും അറിയപ്പെടുന്നു. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നോട്ട് ചെയ്യണേ. ഇനി ഇവിടെ സൈഡിലായിട്ട് സൂര്യനെ ആപേക്ഷിക സ്ഥാനം എന്ന് കൊടുത്തിട്ടുണ്ട്. ഉത്തരായന ദക്ഷിണായന രേഖകൾക്കിടയിൽ സൂര്യൻ്റെ സ്ഥാനം മാറുന്നതായിട്ട് അനുഭവപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവും പരിക്രമണവും കാരണം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ്റെ സ്ഥാനം മാറുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഉത്തരായന ദക്ഷിണായന രേഖകൾക്കിടയിൽ സൂര്യൻ്റെ സ്ഥാനം മാറുന്നതായിട്ട് തോന്നുന്നതിന് കാരണം ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവും പരിക്രമണവും കാരണം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ്റെ സ്ഥാനം മാറുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതാണ്. അടുത്ത ഹെഡിങ് ആണ് ഗ്രീഷ്മ അയനാന്ത ദിനം. എന്താണ് ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് നോക്കാം. ഉത്തരാർദ്ധഗോളത്തിൽ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്ന് സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റം വടക്കോട്ട് ഉത്തരായന രേഖ വരെയാണ്. ഇതിൻ്റെ ഫലമായി ജൂൺ 21 ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും
അതുപോലെ ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നു. ഈ ദിവസം ഗ്രീഷ്മ അയനാന്ത ദിനം എന്നറിയപ്പെടുന്നു. നമുക്ക് ഈ ഒരു ചിത്രം നോക്കിയാൽ മനസ്സിലാവും. ഉത്തരാർദ്ധഗോളത്തിൽ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള കാലയളവിൽ എന്താണ് ഭൂമധ്യരേഖയിൽ നിന്ന് സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റം വടക്കോട്ട് ഉത്തരായന രേഖ വരെയാണ് അല്ലേ. ഇതിൻ്റെ ഫലമായിട്ട് എന്താണ് ജൂൺ 21 ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലുണ്ടാവും. ഇതിൻ്റെ ഫലമായിട്ട് ജൂൺ 21 ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും അതുപോലെ ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നു. ഈ ദിവസമാണ് ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ജൂൺ 21 ഗ്രീഷ്മ അയനാന്ത ദിനം. ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും ദൈർഘ്യമേറിയ പകലും അതുപോലെ ഏറ്റവും ഹ്രസ്വമായ രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. ഇനി മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിലാണ് അല്ലേ. ഈ ഒരു കാലയളവിൽ ഉത്തരധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായി പകൽ വെളിച്ചമുണ്ടാകും. അപ്പം മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിലായതിനാൽ ഈ ഒരു കാലയളവിൽ ഉത്തരധ്രുവ പ്രദേശങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ 6 മാസക്കാലം എന്താണ് തുടർച്ചയായിട്ട് പകൽ വെളിച്ചമുണ്ടാകും. ഇനി സൂര്യൻ്റെ ചലനങ്ങൾ എന്നാണ് കൊടുത്തിട്ടുണ്ട്. ഭൂമിക്കും ചന്ദ്രനും സമാനമായി സൂര്യനും 2 ചലനങ്ങളുണ്ട്, ഭ്രമണവും പരിക്രമണവും. അപ്പോൾ സൂര്യൻ അതിൻ്റെ അച്ചുതണ്ടിൽ 27 ദിവസങ്ങൾ കൊണ്ട് ഒരു ഭ്രമണം പൂർത്തിയാക്കും. എന്നാൽ 230 മുതൽ 250 ദശലക്ഷം വർഷങ്ങൾ കൊണ്ടാണ് സൂര്യൻ ഉൾപ്പെടെയുള്ള സൗരയൂഥം നക്ഷത്രവ്യൂഹമായ ക്ഷീരപഥത്തിൻ്റെ കേന്ദ്രത്തെ പരിക്രമണം ചെയ്യുന്നത്. അപ്പോൾ ഭൂമിക്കും ചന്ദ്രനും സമാനമായിട്ട് തന്നെ സൂര്യനും 2 ചലനങ്ങളുണ്ട്, ഭ്രമണവും പരിക്രമണവും. അപ്പോൾ ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നത് 27 ദിവസങ്ങൾ കൊണ്ടാണ് സൂര്യൻ. അതുപോലെ എന്താണ് 230 മുതൽ 250 ദശലക്ഷം വർഷങ്ങൾ കൊണ്ടാണ് സൂര്യൻ ഉൾപ്പെടെയുള്ള സൗരയൂഥം നക്ഷത്രവ്യൂഹമായ ക്ഷീരപഥത്തിൻ്റെ കേന്ദ്രത്തെ പരിക്രമണം ചെയ്യുന്നത്. അപ്പോൾ 230 മുതൽ അതുപോലെ 250 ദശലക്ഷം വർഷങ്ങൾ കൊണ്ടാണ് സൂര്യൻ്റെ പരിക്രമണം പൂർത്തിയാവുന്നത് കേട്ടോ. ഇനി ഗ്രീഷ്മ അയനാന്ത ദിനത്തിൽ, അതായത് ജൂൺ 21 നമ്മൾ ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് പറഞ്ഞില്ലേ. വിവിധ അക്ഷാംശ രേഖകൾക്കിടയിലെ പകലിൻ്റെ ദൈർഘ്യം സൂചിപ്പിക്കുന്ന പട്ടികയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്രീഷ്മ അയനാന്ത ദിനത്തിൽ, അതായത് ജൂൺ 21 വിവിധ അക്ഷാംശ രേഖകളിലെ പകലിൻ്റെ ദൈർഘ്യമാണ് കേട്ടോ. അപ്പോൾ എന്താണ്, ആദ്യം തന്നെ ഭൂമധ്യരേഖയിൽ 0 ഡിഗ്രി ആകുമ്പം 12 മണിക്കൂർ തന്നെയാണ് അല്ലേ. ഇനി എന്താണ് അതിൻ്റെ തൊട്ടടുത്ത് മുകളിലായിട്ട് 23:30 വടക്കിലേക്ക് പോകുമ്പോൾ 13 മണിക്കൂറും 27 മിനിറ്റുമായി മാറുകയാണ് പകലിൻ്റെ ദൈർഘ്യം കൂടി കിട്ടിയിട്ടുണ്ട് അല്ലേ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് 66.5 ഡിഗ്രി വടക്ക് പോകുമ്പോൾ 24 മണിക്കൂർ, അതായത് ഒരു ദിവസം മുഴുവൻ എന്താണ് പകൽ തന്നെയാണ് അല്ലേ. അതുപോലെ 90 ഡിഗ്രി വടക്കിലും 24 മണിക്കൂറാണ് പകലിൻ്റെ ദൈർഘ്യം. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്, 66 ഡിഗ്രി വടക്കിലും അതുപോലെ 90 ഡിഗ്രി വടക്കിലും പകലിൻ്റെ ദൈർഘ്യം എന്താണ് 24 മണിക്കൂറും. അതായത് ആ ഒരു ജൂൺ 21 ഒരു ദിവസം മുഴുവനും പകൽ തന്നെയാണ് അല്ലേ. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്, 0 ഡിഗ്രിയിൽ നിന്ന് താഴോട്ട് പോകും, അതായത് 23:30 തെക്കോട്ട് പോകുമ്പോൾ എന്താണ് പകലിൻ്റെ ദൈർഘ്യം കുറയുന്നുണ്ട് അല്ലേ. 10 മണിക്കൂറും 33 മിനിറ്റുമാണ് പകലിൻ്റെ ദൈർഘ്യമായി മാറുന്നത്. എന്നാൽ 66.5 ഡിഗ്രി തെക്കിലും അതുപോലെ 90 ഡിഗ്രി തെക്കിലും എന്താണ് പകലില്ലല്ലേ, രാത്രിയാണ് ആ ഒരു ടൈമിൽ. അവിടെ പകൽ തീരെ ഇല്ല, 66 ഡിഗ്രി തെക്കിലും 90 ഡിഗ്രിയിലും പകലില്ല. അപ്പോൾ ഈ ഒരു ഗ്രീഷ്മ അയനാന്ത ദിനത്തിൽ, അതായത് ജൂൺ 21 ഉത്തരാർദ്ധഗോളത്തിൽ എന്താണ് ദൈർഘ്യമേറിയ പകലാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ അതേസമയം ദക്ഷിണാർദ്ധഗോളത്തിൽ എന്താണ് പകലിന് ദൈർഘ്യം ഏറ്റവും കുറവാണ് അല്ലേ. അടുത്ത ഹെഡിങ് ആണ് ശൈത്യ അയനാന്ത ദിനം. എന്താണ് ശൈത്യ അയനാന്ത ദിനം? ദക്ഷിണാർദ്ധഗോളത്തിൽ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റം തെക്കോട്ടാണ് അല്ലേ. തെക്കോട്ട് ദക്ഷിണായന രേഖ വരെയാണ്. ഇതിൻ്റെ ഫലമായി ഡിസംബർ 22 ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നുണ്ട്. ഈ ദിവസത്തെയാണ് ശൈത്യ അയനാന്ത ദിനം എന്നറിയപ്പെടുന്നത്. അപ്പോൾ സെപ്റ്റംബർ 23 മുതൽ സെപ്റ്റംബർ 22 വരെയുള്ള ഈ ഒരു കാലയളവിൽ എന്താണ് ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം തെക്കോട്ടാണ് അല്ലേ. തെക്കോട്ട് ദക്ഷിണായന രേഖ വരെയാണ് പോകുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് എന്താണ് ഡിസംബർ 22 ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും അതുപോലെ ഏറ്റവും ഹ്രസ്വമായ രാത്രിയുമായാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഗ്രീഷ്മ അയനാന്തത്തിന് നേർ വിപരീതമാണ് കേട്ടോ ഈ ഒരു ശൈത്യ അയനാന്തം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഗ്രീഷ്മ അയനാന്തം എന്നായിരുന്നു ജൂൺ 21 ഗ്രീഷ്മ അയനാന്തം. എന്നാൽ ശൈത്യ അയനാന്തം എന്താണ് ഡിസംബർ 22 കേട്ടോ. അപ്പോൾ ഡിസംബർ 22 എന്ത് ശൈത്യ അയനാന്തം. ഈ ഒരു ദിവസം എന്താണ് ഏറ്റവും ദൈർഘ്യമേറിയ പകലാണ് ദക്ഷിണാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്നത്. ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയുമാണ് ശൈത്യ അയനാന്തത്തിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്നത്. അതായത് ഡിസംബർ 22 കേട്ടോ ശൈത്യ അയനാന്തം.
ഇനി സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ നീളുന്ന 6 മാസക്കാലം സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായതിനാൽ ഈ കാലയളവിൽ ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായി ഇരുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ നീളുന്ന 6 മാസക്കാലം എന്താണ് സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരിക്കും. അതിനാൽ ഈ ഒരു കാലയളവിൽ എന്താണ് ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായിട്ട് ഇരുട്ടായിരിക്കും. ഈ ശൈത്യ അയനാന്ത ദിനത്തിൽ, അതായത് ഡിസംബർ 22-ന് വിവിധ അക്ഷാംശ രേഖകളിലെ പകലിന്റെ ദൈർഘ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് അക്ഷാംശ രേഖയിൽ പകലിന്റെ ദൈർഘ്യം ഇല്ലല്ലേ? 90 ഡിഗ്രി വടക്കിലും 66 ഡിഗ്രി വടക്കിലൊന്നും പകലില്ല. പകൽ കാണപ്പെടുന്നത് ദക്ഷിണാർദ്ധഗോളത്തിലാണ് അല്ലേ? ഏറ്റവും ദൈർഘ്യമേറിയ പകൽ കാണപ്പെടുന്നത് ദക്ഷിണാർദ്ധഗോളത്തിലാണ് ശൈത്യ അയനാന്ത ദിനത്തിൽ. അപ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ? ഗ്രീഷ്മ അയനാന്ത ദിനത്തിന് നേരെ ഓപ്പോസിറ്റ് ആണിത്. അപ്പം നമുക്ക് പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് നന്നായിട്ട് പഠിച്ചാൽ മതി കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് വിചാരിച്ചാൽ മതി. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ പഠിക്കുമ്പോൾ. അടുത്തതായിട്ട് ഇവിടെ സൈഡ് കൊടുത്തിട്ടുള്ളതാണ് ധ്രുവദീപ്തി. എന്താണ് ധ്രുവദീപ്തി എന്ന് പറഞ്ഞാൽ ധ്രുവപ്രദേശത്ത് ശൈത്യകാലങ്ങളിൽ ശക്തമായ സൗരവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണെന്ത് ധ്രുവദീപ്തി എന്ന് പറഞ്ഞാൽ. നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാം. അപ്പോൾ ധ്രുവപ്രദേശങ്ങളിൽ എന്താണ് ശൈത്യകാലങ്ങളിലാണ് കേട്ടോ ഈ ഒരു ധ്രുവദീപ്തി കാണപ്പെടുന്നത്. ഇതെന്താണ് ശൈത്യകാലങ്ങളിൽ ഉണ്ടാകുന്ന ശക്തമായ സൗരവാദങ്ങളുടെ കാരണമാണ് ഈ ഒരു പ്രതിഭാസം ഉണ്ടാവുന്നത്. ധ്രുവദീപ്തി എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രതിഭാസം ഉണ്ടാവുന്നത്. ഉയർന്ന അക്ഷാംശ പ്രദേശങ്ങളിൽ അന്തരീക്ഷത്തിലെ പ്രകൃതിദത്തമായ വർണ്ണ വെളിച്ചമാണ് ധ്രുവദീപ്തി. ഉത്തര ധ്രുവങ്ങളിൽ അറോറ ബോറിയാലിസ് എന്നും ദക്ഷിണ ധ്രുവഭാഗങ്ങളിൽ എന്താണ് അറോറ ഓസ്ട്രാലിസ് എന്നുമാണ് വിളിക്കുന്നത് കേട്ടോ ഈ ഒരു പ്രതിഭാസത്തെ. അപ്പോൾ ഉയർന്ന അക്ഷാംശ പ്രദേശങ്ങളിൽ അന്തരീക്ഷത്തിലെ പ്രകൃതിദത്തമായ വർണ്ണ വെളിച്ചമാണ് ധ്രുവദീപ്തി എന്ന് പറഞ്ഞാൽ കേട്ടോ. ഉത്തര ധ്രുവഭാഗങ്ങളിൽ ഈ ഒരു പ്രതിഭാസത്തെ അറോറ ബോറിയാലിസ് എന്നും ദക്ഷിണ ധ്രുവഭാഗങ്ങളിൽ എന്താണ് അറോറ ഓസ്ട്രാലിസ് എന്നുമാണ് ഈ ഒരു പ്രതിഭാസത്തെ അറിയപ്പെടുന്നത് കേട്ടോ. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാൻ കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ധ്രുവപ്രദേശത്ത് ശൈത്യകാലങ്ങളിൽ ശക്തമായ സൗരവാദങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയത്താണ് ഈ ഒരു പ്രതിഭാസം കാണപ്പെടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു 66 ഡിഗ്രി വടക്കും അതുപോലെ 90 ഡിഗ്രി വടക്കൊന്നും പകലില്ല എന്ന് കണ്ടില്ലേ പിന്നെ ഉത്തരാർദ്ധഗോളത്തിൽ. അപ്പോൾ നമ്മൾ അടുത്തത് നോക്കാം. 23.5 ഡിഗ്രി വടക്കാകുമ്പോൾ എത്ര ഉണ്ടാവും പകൽ? 10 മണിക്കൂറും 33 മിനിറ്റുമാണ്. 0 ഡിഗ്രിയിൽ വരുമ്പോൾ, അതായത് ഭൂമധ്യരേഖയിൽ 12 മണിക്കൂർ തന്നെയാണ് അല്ലേ അവിടെ പകൽ സമയം ഉണ്ടാവുക. അതുപോലെ 23.5 ഡിഗ്രി തെക്കോട്ട് വരുമ്പോൾ 13 മണിക്കൂറും 27 മിനിറ്റും. 66 ഡിഗ്രി തെക്കെത്തുമ്പോൾ 24 മണിക്കൂറും എന്താണ് പകലാണ് അല്ലേ. 90 ഡിഗ്രി തെക്കിലും എന്താണ് 24 മണിക്കൂറും പകൽ തന്നെയാണ്. ഡിസംബർ 22-നാട്ടോ, അതായത് ശൈത്യ അയനാന്ത ദിനത്തിലുള്ളതാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ ഗ്രീഷ്മ അയനാന്ത ദിനത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. അടുത്ത ഹെഡിങ് ആണ് ഉത്തരായണം ദക്ഷിണായനം. ശൈത്യ അയനാന്ത ദിനത്തെ തുടർന്ന് ദക്ഷിണായന രേഖയിൽ നിന്നും എന്താണ് ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തെയാണ് ഉത്തരായണം എന്നും, അതുപോലെ ഗ്രീഷ്മ അയനാന്ത ദിനത്തെ തുടർന്ന് ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തെ ദക്ഷിണായനം എന്നും വിളിക്കുന്നു. അപ്പോൾ ശൈത്യ അയനാന്ത ദിനം എന്നാണ് ഡിസംബർ 22-ആണല്ലേ. ഈ ഒരു ദിനത്തെ തുടർന്ന് ദക്ഷിണായന രേഖയിൽ നിന്നും, അതായത് 23.5 തെക്കാണല്ലേ ഉള്ളത്, ആ ഒരു രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തെയാണ് ഉത്തരായണം എന്ന് പറയുന്നത്. അതുപോലെ നേരെ തിരിച്ചും എന്താണ് ഗ്രീഷ്മ അയനാന്ത ദിനത്തെ തുടർന്ന് ജൂൺ 21-ലെ ഉത്തരായന രേഖയിൽ നിന്നും 23 ഡിഗ്രി വടക്കുള്ള ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തെയാണ് ദക്ഷിണായനം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ഫില്ല് ചെയ്യാനായിട്ട്. പരിക്രമണ വേളയിൽ സൂര്യരശ്മികൾ ഭൂമധ്യരേഖയിൽ ലംബമായി പതിക്കുന്ന ദിവസങ്ങളാണ് അല്ലെ വിഷുവങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ 2 ദിവസമാണ് നമ്മൾ പഠിച്ചു. മാർച്ച് 21 അതായത് പിന്നെന്താണ് സെപ്റ്റംബർ 23 അല്ലേ. അപ്പോൾ മാർച്ച് 21 വസന്ത വിഷുവം. ഇനി സെപ്റ്റംബർ 23 ശരത് വിഷുവെന്ന് നമ്മൾ പഠിച്ചില്ലേ. ഈ ദിവസങ്ങളുടെ പ്രത്യേകത എന്താണ്? ഈ ഒരു ദിവസത്തിൽ ഉത്തരാർദ്ധഗോളത്തിലെയും ദക്ഷിണാർദ്ധഗോളത്തിലെയും പകലിന്റെയും രാത്രിയുടെയും ഒക്കെ ദൈർഘ്യം തുല്യമായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് ഉത്തരാർദ്ധഗോളത്തിലെ തുല്യമായിരിക്കും എന്ന് കൊടുത്തിട്ടുണ്ട്. ദക്ഷിണാർദ്ധഗോളത്തിൽ എങ്ങനെയായിരിക്കും? പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യം തുല്യമായിരിക്കും അല്ലേ. ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്? മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള കാലയളവിൽ സൂര്യന്റെ എന്താണ് ആപേക്ഷിക സ്ഥാനം വടക്കോട്ടാണ് അല്ലേ, അതായത് ഉത്തരായന രേഖ വരെയാണ്. അപ്പൊ ഗ്രീഷ്മ അയനാന്ത ദിനം ഏതാണ്? ജൂൺ 21 അല്ലേ ഗ്രീഷ്മ അയനാന്ത ദിനം. ഈ ഒരു ദിവസം ഉത്തരാർദ്ധഗോളത്തിൽ പകലിന്റെ ദൈർഘ്യം ഏറ്റവും കൂടുതലാണ് നമ്മൾ പഠിച്ചില്ലേ. എന്നാൽ ദക്ഷിണാർദ്ധഗോളത്തിൽ എന്താണ് പകലിന്റെ ദൈർഘ്യം ഏറ്റവും കുറവായിരിക്കും. ഇനി സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള കാലയളവിൽ എന്താണ് ഭൂമധ്യരേഖയിൽ നിന്നുമുള്ള സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം തെക്കോട്ട്, അതായത് ദക്ഷിണായന രേഖ വരെയാണ് അല്ലേ.
ഇതിന്റെ ഫലമായി ഡിസംബർ 22-ന് ദക്ഷിണാർദ്ധഗോളത്തിൽ ദൈർഘ്യമേറിയ പകലാണ് അനുഭവപ്പെടുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ നിന്നാണ് പകലിന്റെ ദൈർഘ്യം കുറവായിരിക്കും അല്ലേ, ഈ ഒരു ശൈത്യായനാന്തത്തിൽ. അതുപോലെ രാത്രിയുടെ ദൈർഘ്യം കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇതിങ്ങനെ തന്നെ നോട്ട് ചെയ്യണേ. ഇനി അടുത്തതായിട്ട് വരുന്നത് ഋതുക്കൾ എന്ന് പറഞ്ഞ ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വലിയൊരു ചാപ്റ്ററാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് പോയിന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി അങ്ങോട്ടുള്ള ഞാൻ വേറൊരു പാർട്ടാക്കി ഇടാം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. അപ്പോൾ ഇതുവരെ എടുത്ത ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.